കലാപകലുഷിത മനസ്സുമായിട്ട് നിൽക്കുന്ന ശരിപ്പെടുത്തും നിന്നെ എന്ന് പറയുന്ന വോട്ടർ ഉണ്ടാവില്ല. എന്നാൽ ആൻറ്റി ഇൻകംബൻസിയിൽ നിന്നെ ശരിപ്പെടുത്തും, നിന്നെ തകർക്കും, നിന്നെ തോൽപ്പിക്കും എന്ന് പറയുന്ന ആംഗ്രി വോട്ടർ പ്രത്യക്ഷപ്പെടുന്നതാണ്. കേരളത്തിലെ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ആംഗ്രി വോട്ടർ അതിശക്തമായിരുന്നു. അതുകൊണ്ടാണ് നിലവിലുള്ള ഭരണകൂടത്തിൻ്റെ പ്രതീകങ്ങളായ CPIയുടെയും CPMൻ്റെയും അവരുടെ ഘടകകക്ഷികളുടെയും സ്ഥാനാർത്ഥികൾ പല സ്ഥലത്തും പരക്കെ തോറ്റത്. അതിന് പകരം വന്നത് പ്രതിപക്ഷ സ്വഭാവം പുലർത്തുന്ന UDFൻ്റെ സ്ഥാനാർത്ഥികൾ, അവരാണ് വിജയിച്ചത്. ഇപ്പം മലയാള മനോരമ പത്രത്തിൽ ഞാൻ വായിച്ചൊരു വാർത്ത ഇതാണ്: UDF തരംഗം. അത് തെറ്റാണ്. ഭരണവിരുദ്ധ വികാരത്തിൻ്റെ തരംഗം എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. എന്തുകൊണ്ടാണ് UDF തരംഗം എന്ന് പറഞ്ഞാൽ ശരിയല്ല എന്ന് പറയുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയിച്ചത് BJP-യാണ്. അവിടെ UDF അല്ല വിജയിച്ചത്. എന്തുകൊണ്ട്? UDF തരംഗമായിരുന്നെങ്കിൽ CPM തോറ്റെടുത്ത് UDF ആണ് ജയിക്കേണ്ടത്. പക്ഷേ UDF അല്ല അവിടെ ജയിച്ചു, അവിടെ BJP ജയിച്ചു. അങ്ങനെ തലസ്ഥാന നഗരി എന്ന് പറയുന്നത് BJPയുടെ ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് മാറുന്നു എന്ന് അവർ പറയുകയും അതിൻ്റെ വാർത്ത നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. വലിയ വാർത്തയാക്കി മാറ്റിയവർ. എന്താ അവിടെ UDF ജയിക്കായിരുന്നു? മനോരമക്കാരോട് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ്. അവിടെ എന്തുകൊണ്ട് UDF ജയിച്ചില്ല എന്ന് പറഞ്ഞാൽ UDF തരംഗമില്ല എന്ന് തന്നെയാണ് അർത്ഥം. ഭരണവിരുദ്ധ വികാരം പക്ഷേ അവിടെയും ശക്തമാണ്. അതുകൊണ്ട് ഭരിച്ച പാർട്ടിയെ അടിച്ച് പുറത്താക്കി.